രമാമ മാത്രമല്ല, ഈ വീട്ടിലെ ചന്ദ്രാമ പോലും എന്നെ സ്വന്തം മോനെ പോലെയല്ലേ വളർത്തുന്നത്. എന്നെ വളർത്തി പഠിപ്പിച്ചു, ലോ കോളേജിൽ അയച്ചു. ഞാനിപ്പോ ഒരു യോഗ്യനായി നടക്കുന്നത് രമാമ കാരണല്ലേ. അപ്പൊ പിന്നെ പറഞ്ഞു വരുമ്പോ രമാമ പിന്നെ എന്റെ അമ്മയല്ലേ. ചിന്തിക്ക്, അവരെ ഞാൻ അമ്മയായിട്ട് കാണുമ്പോ ഇതെന്റെ വീടല്ലേ. അവരെന്നോട് കാണിക്കുന്ന സ്നേഹം കാണുമ്പോ ഇതെന്റെ വീടായിട്ടല്ലേ മറ്റുള്ളവരും കാണൂ. എങ്കി ഞാൻ ആദ്യം ചോദിക്കുമ്പോ തന്നെ തനിക്ക് എങ്ങനെ പറയാറുന്നില്ലേ? എന്തിനാ ഇങ്ങനെ ഉരുണ്ട് കളിച്ച്? കത്തി കഴുത്തിൽ വെച്ചിട്ട് ഓർക്കാപ്പുറത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാ ആരായാലും വിരണ്ടു പോകത്തില്ലേ? കത്തി കാണിച്ച് പേടിപ്പിച്ച് ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഉരുണ്ടളിക്കാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യും? കൊല്ലാൻ നിൽക്കുന്ന ഒരാളുടെ മുമ്പിൽ എന്റെ തലയിലെ മെഡലോ ഒമ്പളങ്കട്ടയൊക്കെ ഉറക്കിയുണ്ടേ. അതെ ചിന്നു, അല്ല ഡ്രൈവർ പയ്യൻ എന്നോട് പറഞ്ഞത് കള്ളൊന്നുമല്ലല്ലോ? കള്ളൊന്നുമല്ല, സത്യ. ഈ വക്കീൽ പരീക്ഷ പാസ്സായവരുടെ ഇടയില് സത്യം പറയുന്നത് ഞാൻ മാത്ര. ചിന്നു, എന്നെ തനിക്ക് ശരിക്കും അറിയാവുന്നതല്ലേ? തൽക്കാലം ഞാനിത് വിശ്വസിക്കുന്നു. രക്ഷപ്പെട്ടു. എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു, രക്ഷപ്പെട്ടു പറഞ്ഞില്ലേ? രക്ഷപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞത് കത്തുമനെന്ന് രക്ഷപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞത്. കത്തിയേക്കാൻ കൊണ്ടിരുന്നെങ്കിൽ സെപ്റ്റിക് ആയനെ. ഞാനാണെങ്കിൽ ടീറ്റിയുടെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് 6 മാസമായി. എന്നെങ്കിലും താൻ എന്നോട് പറഞ്ഞത് കള്ളമാണെന്ന് ഞാൻ അറിഞ്ഞ. ഇവള് വെറും കല്യാണിയല്ല, ചട്ടമ്പി കല്യാണിയാ. ഇവളെ പ്രേമിച്ച് എനിക്ക് തന്നെ കിട്ടണം. എന്ത് ചെയ്യാനാ? ഇഷ്ടായി പോയില്ലേ? ഇവളെ കൂടാതെ എനിക്ക് ജീവിക്കാനും പറ്റില്ല. മറ്റവളാണെങ്കിൽ എന്നെ വിടാതെ കഴുത്തി ചുറ്റിരിക്കുക. ഞാനിനി എന്ത് ചെയ്യും എന്റെ ഗുരുവായൂരപ്പ? ഞാൻ ഗുരുവായൂരപ്പനെ തന്നെ വിളിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ പരിഹാരം കണ്ടെത്താൻ താങ്കളല്ലാതെ മറ്റാരും ഈ ലോകത്തില്ലാത്തതുകൊണ്ടാ. ഐശ്വര്യ, നീ ഇതെങ്ങോട്ടേ പോന്നേ? ഞാൻ പോവുന്നാണോ കുഴപ്പം? എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിങ്ങളുടെ അമ്മ എന്നെ അപമാനിച്ചതിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഈ അപമാനമൊക്കെ സഹിച്ച് ഞാൻ ഈ വീട്ടിൽ കഴിയണോ? സത്യത്തില് ആ വന്നവരൊക്കെ ആരാ? വിരുന്നുകാര്. വീട്ടിലേക്ക് വന്ന വിരുന്നുകാരുടെ മുന്നിൽ വെച്ച് സ്വന്തം മകന്റെ ഭാര്യയെ കുറിച്ച് ഇത്രയും അപമാനിച്ചത് വളരെ മോശമായി പോയി. അതിന് ഞാൻ സോറി പറയുന്നു. അതൊക്കെ പോട്ടെ, നീ അത് വിട്ടുകളാ.